നമസ്കാരം, സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദൗർഭാഗ്യങ്ങളെ അകറ്റി ശാന്തിയും ഐശ്വര്യവും ഭാഗ്യവും ധനലബ്ധിയും നൽകുന്ന ശ്രീരാമ മന്ത്രത്തെയാണ്. എല്ലാ രീതിയിലും സൗഖ്യവും സുരക്ഷിതത്വവും സമ്മാനിക്കുന്ന ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കാൻ ഏറ്റവും നല്ല സമയമാണ് കർക്കടക മാസം. ഇക്കാലത്ത് തുടങ്ങുന്ന ശ്രീരാമ ഹനുമത ഉപാസനകൾക്ക് വേഗം ഫലസിദ്ധി ലഭിക്കുന്നത് ഭക്തലക്ഷങ്ങളുടെ അനുഭവം തന്നെയാണ്. എല്ലാ തിന്മകളും മനോമാലിന്യങ്ങളും അകറ്റി മനസ്സിനെ സുരക്ഷിതമാക്കാനും മനുഷ്യരെ സുചരിതരാക്കാനും ശ്രീരാമനാമജപം സഹായിക്കും. അതിനാൽ മറ്റേതൊരു മന്ത്രത്തെക്കാളും അത്യുദാത്തമായ ഫലദാനശേഷി ശ്രീരാമമന്ത്രത്തിനുണ്ട്. ആത്മീയാനുഭൂതിയിലേക്കുള്ള രാജകീയമായ വഴിയുമാണ് ശ്രീരാമമന്ത്രം. ഭയവും ജീവിതത്തിലെ മറ്റ് എല്ലാ തരത്തിലെ സങ്കീർണതകളും അതിജീവിക്കാൻ ഈ മന്ത്രജപം സഹായിക്കും. കൂടാതെ എല്ലാ ഭൗതിക നേട്ടങ്ങളും സമ്മാനിക്കുകയും ചെയ്യും. മന്ത്രം ഇതാണ്. ഈ മന്ത്രം നിത്യേന 108 വീതം 2 നേരം ജപിക്കുന്നത് പാപദുരിതങ്ങളില്ലാതാക്കും. മത്സ്യമാംസാദി ത്യജിച്ച് വ്രതചര്യയോടെ 64 ദിവസം 2 നേരം ഈ മന്ത്രം 108 വീതം ജപിക്കുക. ഭാഗ്യം തെളിയാൻ ഗുണകരമാണ്. ധനലബ്ധിക്കും കിട്ടുന്ന ധനം നിലനിൽക്കുന്നതിനും ഉത്തമം. 21 ദിവസം 2 നേരം 108 വീതം ജപിക്കുന്നത് ദൃഷ്ടിദോഷത്തിന് നല്ലതാണ്. അതുവഴി ദൗർഭാഗ്യം നീങ്ങി ശാന്തിയും ഐശ്വര്യവും ലഭ്യമാകും. സ്ത്രീകൾ അശുദ്ധിയുള്ള സമയത്ത് ജപിക്കരുത്. അത് കഴിഞ്ഞ് ജപം തുടർന്ന് 64 ദിവസം പൂർത്തിയാക്കിയാൽ മതി. വളരെ മികച്ച ഐക്യമത്യ സൂക്ത മന്ത്രവുമാണിത്. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയുമെല്ലാം ഒന്നിപ്പിക്കാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട്. വെറുതെ ശ്രീരാമ ജയം എന്ന് ജപിച്ചാൽ പോലും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ലഭിക്കും. ശ്രീരാമ ഭക്തർ ദേശഭേദമില്ലാതെ ഏറ്റവും കൂടുതൽ ജപിക്കുന്ന മന്ത്രമാണ്. ഈ മന്ത്രം ദിവസവും ജപിക്കുന്നവർക്ക് നവോന്മേഷം ഉണ്ടാവുന്നു. സമർത്ഥ രാമദാസൻ എന്ന മഹാൻ ഹനുമാൻ പുനവതാരമാണെന്ന് കരുതപ്പെടുന്നു. ഇദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ ഈ മന്ത്രം ജപിച്ച് ധാരാളം അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ ശ്രീരാമ അഷ്ടോത്തരം അല്ലെങ്കിൽ രാമ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിക്കുന്നതും ഇതേ ഫലം നൽകും. അത് ശ്രീരാമന്റെ 108 ദിവ്യനാമങ്ങൾ കോർത്ത മന്ത്രാവലിയാണ്. ശ്രീരാമ പൂജയ്ക്ക് നിരവധി മന്ത്രങ്ങളും സ്തുതികളുമുണ്ടെങ്കിലും ശ്രീരാമന്റെ 108 നാമങ്ങൾ പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ആചാര്യന്മാർ പറയുന്നു. ഇത് ഭഗവാന്റെ പൂർണ്ണമായ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇത് ജപിക്കുന്നതിനും ശ്രവിക്കുന്നതിനും ഒരു നിബന്ധനകളുമില്ല. എങ്കിലും ഭഗവാൻ ശ്രീരാമചന്ദ്രനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകുന്ന ശാന്തവും വൃത്തിയുള്ള സ്ഥലത്തിരുന്ന് ജപിക്കാൻ ശ്രമിക്കുക. മഹാവിഷ്ണുവിന്റെ അവതാരമായാണ് ശ്രീരാമനെ കണക്കാക്കുന്നത്. ധാർമ്മിക ജീവിതത്തിന്റെ പ്രാധാന്യം രാമാവതാരം കാണിച്ചു തന്നു. അത് രാമനെ ജനപ്രിയ അവതാരങ്ങളിൽ ഒന്നാക്കി മാറ്റി.